പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി. എൻ്റെ പേര് കൊച്ചുറാണി. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ മുണ്ടൂർ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 1 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു. എൻ്റെ മകൻ BSc ഡയാലിസിസ് കഴിഞ്ഞിട്ട് ഒരാഴ്ചയായിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ മകനെയും കൂടെ കൊണ്ടുവന്നിട്ടാണ് ഉടമ്പടി എടുത്തിരുന്നത്. മകനൊരു ജോലി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യത്തെ തന്നെ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് അൾത്താരയിൽ കയറിയപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത്, അച്ഛൻ എപ്പോഴും പറയാറുണ്ട് ഡേറ്റ് ഇട്ട് ഉടമ്പടി വയ്ക്കുക എന്നുള്ളത്. അപ്പം ഞാൻ മാതാവേ എനിക്കൊരു ഡേറ്റ് എൻ്റെ മനസ്സിലേക്ക് തരണേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ഓഗസ്റ്റ് 15 മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാളിൻ്റെ ആ ഒരു ദിവസമാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. അപ്പം ഞാൻ ഓഗസ്റ്റ് 15 ഡേറ്റ് വെച്ചു. ഞാൻ ഞാൻ കുർബാനയ്ക്ക് ഞായറാഴ്ച ദിവസം മാത്രമേ പോയിരുന്നുള്ളൂ. പക്ഷെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ മുടങ്ങാതെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഇതുപോലെ തന്നെ ഉടമ്പടി വസ്തുക്കൾ ഞാൻ വിശ്വാസപൂർവ്വം ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും എല്ലാവരും ഉപയോഗിച്ചിരുന്നു. ഓഗസ്റ്റ് 10 ബാംഗ്ലൂർ അപ്പോളോ ഹോസ്പിറ്റലിൽ നിന്ന് എൻ്റെ മോന് ഒരു ഇൻ്റർവ്യൂവിന് അറിയിപ്പ് വന്നു. ഓഗസ്റ്റ് 14 അപ്പോൾ ഉടമ്പടി അവൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് ഉടമ്പടി കാശ് രൂപം കയ്യിൽ പിടിച്ചുകൊണ്ടാണ്. ഓഗസ്റ്റ് 14 വൈകിട്ട് ഒരു 4:30 ആയപ്പം അവന് ജോലി ലഭിച്ചു എന്നുള്ള അപ്പോയിൻമെൻ്റ് ഓർഡർ കയ്യിൽ കിട്ടി. ഇപ്പം എൻ്റെ മോൻ അവിടെ BSc ഡയാലിസിസ് കഴിഞ്ഞ് ഡയാലിസിസ് ടെക്നീഷ്യനായിട്ട് ജോലി ചെയ്യുന്നു. ഇതുപോലെ രണ്ടാമത്തെ എനിക്ക് കിട്ടിയ ഒരു കൃപ, എൻ്റെ വയറ് ഗ്യാസ് വന്ന് വീർക്കുന്നൊരു ഇതുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് വയറെരിച്ചൽ, എന്ത് ഭക്ഷണം കഴിച്ചാലും എനിക്ക് വയറ് വന്ന് വീർക്കുന്ന ഒരസുഖം ഉണ്ടായിരുന്നു. ഞാൻ അമല ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിച്ചു. ഒരു 6 മാസമൊക്കെ മരുന്ന് കഴിച്ചു. എനിക്ക് യാതൊരു കുറവുണ്ടായില്ല. അതിനുശേഷം ഹോമിയോ ഡോക്ടറെ കാണിച്ചു, മരുന്ന് കഴിച്ചു. ഉടമ്പടിയിൽ ഞാൻ ഈ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു, മാതാവേ എന്നെ സുഖപ്പെടുത്തണേന്ന്. ഇതുപോലെ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഞാൻ ദിവ്യവൈദ്യനും ഔഷധമായ ഈശോയെ എന്നിൽ വന്ന് നിറയണേ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വയറിൽ ഞാൻ കുരിശ് വരയ്ക്കുമായിരുന്നു. ഇതുപോലെ വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി വസ്തുക്കൾ ഞാൻ മുടങ്ങാതെ ഉപയോഗിച്ചിരുന്നു. അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഇപ്പം എനിക്ക് യാതൊരു വയറിന് അസുഖവും ഇല്ല. ഏത് ഭക്ഷണം കഴിച്ചാലും എനിക്ക് വയറിന് യാതൊരു അസ്വസ്ഥതയില്ല. ഇതെല്ലാം എൻ്റെ മാതാവും ഈശോയും എനിക്ക് തന്ന കൃപയായിട്ട് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇതുപോലെ എൻ്റെ മോൾക്ക് മസ്കുലർ ഡിസ്ട്രോഫി കാരണം കാലിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ മോൾ ഡിഗ്രി പഠിച്ച കുട്ടിയാണ്. മോളുടെ ഈ അസുഖം മാറണേന്നും മോൾക്ക് ഒരു ജോലി ലഭിക്കണമെന്നും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാൻ രാത്രിയിൽ സ്വപ്നത്തിൽ ഈശോയെ കണ്ടു. ഈശോയെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഈശോയെ എൻ്റെ മോളുടെ അവസ്ഥ കണ്ടില്ലേ, എൻ്റെ മോളെ ഒന്ന് സുഖപ്പെടുത്തുക എൻ്റെ ഈശോയെ എന്ന് പറഞ്ഞു. അപ്പം ഈശോ എന്നെയും എൻ്റെ മോളെയും ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഈശോയെ പ്രതി ഈ സഹനം ഏറ്റെടുത്തൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കും എൻ്റെ മകൾക്കും ഒരു ബോധ്യം ഉണ്ടായി. ഇത് ഞങ്ങൾക്ക് തന്നൊരു സഹനം, ഈശോയെ പ്രതി സഹിക്കാനുള്ള ഒരു സഹനമാണെന്നുള്ള ബോധ്യം. അതുപോലെ ഈ അസുഖം മോളെ ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ മോൾക്ക്. പക്ഷേ ഇതിന് ശേഷം എൻ്റെ മോളെ അസുഖം സ്വയം ഉൾക്കൊണ്ടു. പിന്നെ എൻ്റെ മോൾക്ക് ഒരു വർക്ക് അറ്റ് ഹോം ആണ് ജോലിയായിട്ട് കിട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം അവൾക്ക് ബസ്സിലൊക്കെ യാത്ര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഹസ്ബൻഡാണ് അവളെ എക്സാം എഴുതാൻ പോലും കൊണ്ടുപോയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് പോയി ജോലി ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് വർക്ക് അറ്റ് ഹോമാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. ഇപ്പോൾ ഈ വർഷം എൻ്റെ മകൾക്ക് 6 കുട്ടികളെ ട്യൂഷൻ എടുക്കാനുള്ള ഒരു കൃപയും, അവർ 2 കുട്ടികളെ ഖത്തറിലുള്ള 2 കുട്ടികളെ ഓൺലൈൻ ട്യൂഷൻ എടുക്കാനുള്ള കൃപയും തന്നെ അനുഗ്രഹിച്ചു. ഇതെല്ലാം ഈശോയുടെയും മാതാവിൻ്റെയും കൃപയായിട്ട് ഞാൻ കരുതുന്നു. ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി.